പവർ പ്ലാന്റ് എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മൊഡ്യൂൾ 1 ടോപ്പിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി അതിൽ അവസാനമായിട്ട് കുറച്ച് കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കാം നമ്മുടെ മൊഡ്യൂൾ 1 പ്രോപ്പർട്ടീസ് ഓഫ് ഫ്യൂവൽസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിൽ നമുക്കിനി ഒരു 1-2 പ്രോപ്പർട്ടീസിനെ കുറിച്ചും കൂടി നമുക്ക് മനസ്സിലാക്കി വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പ്രോപ്പർട്ടീസിൽ വരുന്ന ഡെൻസിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു, വിസ്കോസിറ്റി പഠിച്ചു, പവർ പോയിൻ്റ് പഠിച്ചു, ഫ്ലാഷ് പോയിൻ്റ് പഠിച്ചു, ഫയർ പോയിൻ്റ് പഠിച്ചു. ഓക്കെ, നമുക്കിനി കലോറിഫിക് വാല്യൂ, അതുപോലെ ഒക്ടെയിൻ നമ്പറും സീറ്റൈൻ നമ്പറും, അത്രയും പ്രോപ്പർട്ടീസാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മാറി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്ക് പഠിച്ചാൽ മിനിമം നമുക്കൊരു 7 മാർക്കോ അല്ലെങ്കിൽ മിനിമം ഒരു 3 മാർക്കിലധികം നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്കിനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒക്ടെയിൻ നമ്പറിനെ കുറിച്ചും അതുപോലെ തന്നെ സീറ്റൈൻ നമ്പറിനെ കുറിച്ചുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് എന്താണ് ഒക്ടെയിൻ നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒക്ടെയിൻ നമ്പർ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പെട്രോൾ ഫ്യൂവലിനെ റേറ്റിംഗ് ചെയ്യാനുള്ള ഒരു നമ്പറാണ് ഒക്ടെയിൻ നമ്പർ എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ സീറ്റൈൻ നമ്പർ ആണെങ്കിൽ ഡീസൽ ഫ്യൂവലിൻ്റെ റേറ്റിംഗ് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന, റേറ്റിംഗ് നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ റേറ്റിംഗ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പറാണ് സീറ്റൈൻ നമ്പർ. ഓർത്ത് വെക്കണം, സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത് ഡീസൽ ഫ്യൂവലാണ്, ഡീസൽ ഫ്യൂവലിൻ്റെ റേറ്റിംഗ് ആണ് കാണിക്കുന്നുണ്ടായിരിക്കുക. ഒക്ടെയിൻ നമ്പർ എന്ന് പറയുമ്പോൾ പെട്രോൾ ഫ്യൂവലിൻ്റെ നമ്പറാണ്. ഓക്കെ, ഇവിടെ ഡെഫിനിഷൻ കൊടുത്ത് നോക്കാം. ഒക്ടെയിൻ നമ്പർ, ഓൾസോ കോൾഡ് ഒക്ടെയിൻ വാല്യൂ അല്ലെങ്കിൽ ഒക്ടെയിൻ റേറ്റിംഗ്, ഈസ് വൺ ഓഫ് ദ ക്രിട്ടിക്കൽ മെഷേഴ്സ് ഓഫ് എ ഗ്യാസോലിൻസ് പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ ഒരു പെട്രോളിൻ്റെ അല്ലെങ്കിൽ ഗ്യാസോലിൻ ഫ്യൂവലിൻ്റെ ഒരു പെർഫോമൻസിനെ നമ്മൾ മെഷർ ചെയ്യാനുള്ള ഒരു റേറ്റിംഗ് നമ്പറാണ് ഒക്ടെയിൻ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ പെട്രോൾ ഫ്യൂവലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എ ഫ്യൂവൽസ് റെസിസ്റ്റൻസ് ടു നോക്ക് അല്ലെങ്കിൽ പ്രീ ഇഗ്നിഷൻ. ഓക്കെ, അപ്പോൾ എൻജിനിൽ നോക്കിംഗ് എന്ന് പറയുന്നൊരു ടെൻഡൻസിയും ഉണ്ട്, അതുപോലെ തന്നെ പ്രീ ഇഗ്നിഷൻ എന്ന് പറയുന്നൊരു ടെൻഡൻസിയും ഉണ്ട്. അപ്പോൾ ആ ടെൻഡൻസിയെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്യൂവലിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ, അല്ലെങ്കിൽ ആ ഒരു റേറ്റിംഗ് ആണ് നമ്മൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റിനാണ് നമ്മൾ ഒക്ടെയിൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ ഒരു സെൻറ്റൻസാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എ ഫ്യൂവൽസ് റെസിസ്റ്റൻസ് ടു നോക്ക്. ഓക്കെ, റെസിസ്റ്റൻസ് ടു നോക്ക് അല്ലെങ്കിൽ പ്രീ ഇഗ്നിഷനെ അല്ലെങ്കിൽ നോക്കിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്യൂവലിൻ്റെ ഒരു പ്രോപ്പർട്ടി മെഷർമെൻറ്റാണ് നമ്മുടെ ഒക്ടെയിൻ നമ്പർ അല്ലെങ്കിൽ ഒക്ടെയിൻ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ, നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ പഠിച്ചൊരു ടൈമായിരിക്കും നോക്കിങ്ങും അതുപോലെ തന്നെ പ്രീ ഇഗ്നിഷനും. ഓക്കെ, അപ്പോൾ ഈ നോക്കിങ്ങും പ്രീ ഇഗ്നിഷനൊക്കെ നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ എൻജിനിൽ, അതായത് എൻജിൻ്റെ ഒരു കാലപ്പഴക്കം കൊണ്ടും അല്ലെങ്കിൽ എൻജിനിൽ ഉണ്ടാകുന്ന ആ ഒരു പാർട്സിൻ്റെ അല്ലെങ്കിൽ പിസ്റ്റൻ്റെ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ഒക്കെ അകത്തുണ്ടാകുന്ന തേയ്മാനം കൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പ്രീ ഇഗ്നിഷനും നോക്കിങ്ങും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രീ ഇഗ്നിഷൻ എന്ന് പറയുന്ന സമയത്ത് പ്രീ ഇഗ്നിഷനാണ് അല്ലേ, അതായത് ഇഗ്നിഷൻ്റെ മുന്നേ ഇഗ്നിഷൻ നടക്കുന്ന ഒരവസ്ഥയാണ് പ്രീ ഇഗ്നിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രീ ഇഗ്നിഷന് കാരണമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എൻജിൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എൻജിൻ്റെ ആ ഒരു സിലിണ്ടറിൻ്റെയോ അല്ലെങ്കിൽ ആ പിസ്റ്റൻ്റെ ആ റേഞ്ചിലൊക്കെ വരുന്ന ടെമ്പറേച്ചറൊക്കെ സാധാരണഗതിയിലും ആ ഒരു ശരിക്കും കംപ്രഷൻ സ്ട്രോക്ക് നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു എക്സ്പാൻഷൻ സ്ട്രോക്ക് നടക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇഗ്നൈറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ പ്രീ ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ കംപ്രഷൻ സ്ട്രോക്കിന് എൻഡിലാണ് സാധാരണഗതിയിൽ നമ്മൾ പെട്രോൾ എഞ്ചിനിൽ സ്പാർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കുക. ആ സ്പാർക്ക് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു കംപ്രഷൻ പ്രോസസ്സ് നടന്നുകൊണ്ട് അവിടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ നമുക്ക് എഞ്ചിനിൽ നിന്ന് പവർ സ്ട്രോക്ക് ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ ആ ഒരു സ്പാർക്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ എന്ത് സംഭവിക്കുകയാണ്, ആ കംപ്രസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്തുള്ള എഞ്ചിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള എയർ ഫിൽ മിക്സ്ചർ എന്ത് ചെയ്യാണ്, കത്തുന്ന അവസ്ഥയാണ് പ്രീ ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഇഗ്നൈറ്റ് ചെയ്യിക്കുന്നതിന് മുന്നേ ഇഗ്നൈറ്റ് ആവുന്ന അവസ്ഥയാണ് പ്രീ ഇഗ്നിഷൻ. ഓക്കെ, അപ്പോൾ ഈ പ്രീ ഇഗ്നിഷൻ്റെയും അതുപോലത്തെ ഇല്ല ആരുമില്ല അപ്പോൾ അതുപോലത്തെ പ്രീ ഇഗ്നിഷൻ പോലത്തെയും പല കാരണങ്ങൾ കൊണ്ടാണ് നോക്കിംഗ് എന്ന് പറയുന്ന ടെൻഡൻസി ഉള്ളത്. നോക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻജിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള നോയ്സാണ്. അതായത് പിസ്റ്റണൊക്കെ അതിൻ്റെയൊക്കെ ഒരു വേൺ ഔട്ട് കാരണം ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം നോയ്സിനാണ് നോക്കിംഗ് എന്ന് പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു മനസ്സിലാക്കുക, ആ ഒരു നോക്കിങ്ങിനെയും അതുപോലെ തന്നെ പ്രീ ഇഗ്നിഷനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഷർമെൻറ്റാണ് ആ ഒരു ഫ്യൂവലിൻ്റെ ഗ്യാസോലിൻ ഫ്യൂവലിൻ്റെ ഒക്ടെയിൻ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഒക്ടെയിൻ നമ്പർ ശരിക്കും
0 to 100 എന്നുള്ള റേഞ്ചിലാണ് ഒക്ടെയ്ൻ നമ്പർ ഉണ്ടായിരിക്കുക. അതായത് 100 എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ല ഗുഡ് ഫ്യൂലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ സീറ്റൈൻ നമ്പർ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു സീറ്റൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീസൽ ഫ്യൂവലിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്. ഇപ്പോൾ നോക്കാം, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എ ഫ്യൂവൽസ് ഇഗ്നിഷൻ ഡിലേ. ഓക്കെ, അതായത് ഒരു ഫ്യൂവലിൻ്റെ ഇഗ്നിഷൻ ഡിലേ ആണ് ഈ ഒരു മെഷർമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡീസൽ ഫ്യൂവൽ ആണെങ്കിൽ ആ ഡീസൽ ഫ്യൂവലിൻ്റെ ഇഗ്നിഷൻ ഡിലേ ആണ് നമ്മുടെ ഈ സീറ്റൈൻ നമ്പർ കൊണ്ട് ആ ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഗ്നിഷൻ ഡിലേ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? ഇഗ്നിഷൻ ഡിലേ ആവുക, അതായത് ഇഗ്നിഷൻ നടക്കേണ്ട സമയത്ത് ഇഗ്നിഷൻ നടക്കാണ്ട് ഡിലേ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഇഗ്നിഷൻ ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇഗ്നിഷൻ ഡിലേ സംഭവിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫ്യൂവലിൻ്റെ ഇഗ്നിഷൻ ഡിലേ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറാണ് സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത സെൻറ്റൻസ് നോക്കാം. The Cetane number measures how quickly and easily a fuel like diesel ignites in an engine after being injected. അതായത് the Cetane number measures how quickly and easily a fuel ignites in an engine after being injected. അപ്പോൾ നമുക്കറിയാം ഡീസൽ എഞ്ചിൻ ആവുന്ന സമയത്ത് നമ്മുടെ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന എയറിലേക്ക് എന്ത് ചെയ്യണം? ഡീസൽ ഫ്യൂൾ സപ്ലൈ ചെയ്യല്. ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്താണ് അവിടെ കമ്പഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് കത്തിപ്പിടിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ എത്രത്തോളം ഫാസ്റ്റായിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ഈസി ആയിട്ടാണ് ആ ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്യുന്നത്, അതിൻ്റെയും കൂടി ഒരു മെഷർമെൻറ്റിനാണ് നമുക്ക് ഈ സീറ്റൈൻ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ലൈക്ക് ദ ഫ്യൂവൽസ് എബിലിറ്റി ടു ക്യാച്ച് ഫയർ ഈസിലി വെൻ നീഡഡ്. അതായത് ഒരു ഫ്യൂവലിനും ആ ഒരു ഫയറിനെ ക്യാച്ച് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, ആ ഒരു മെഷർമെൻറ്റാണ് ശരിക്കും സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ ഒക്ടെയ്ൻ നമ്പർ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെയും ഒരു നമ്പറിൻ്റെ റേഞ്ച് വരുന്നത് 0 to 100 എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒക്ടെയ്ൻ നമ്പറും സീറ്റൈൻ നമ്പറും. ഓക്കെ, നമുക്കിനി പ്രോപ്പർട്ടീസിൽ ലാസ്റ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കലോറിഫിക് വാല്യൂ സാധാരണ നമ്മൾ അറിയുന്നൊരു ടൈം ആയിരിക്കും. ഇപ്പോൾ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു എസ് ഐ യൂണിറ്റ് വരുന്നുണ്ടായിരിക്കും, നമുക്ക് അറിയുന്നുണ്ടായിരിക്കും, കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് പഠിച്ചു ചേർന്ന് ശരിക്കും നമുക്കതിൻ്റെ ഡെഫിനേഷനിലേക്ക് എത്താൻ പറ്റും. അതായത് 1 കിലോഗ്രാം ഫ്യൂവൽ പൂർണ്ണമായിട്ടും ജ്വലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ബേൺ ചെയ്യുന്ന സമയത്ത് ആ ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ് 1 കിലോഗ്രാം ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ എത്രത്തോളം കിലോ ജൂൾ ഓഫ് ഹീറ്റ് എനർജിയാണ് ആ ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഒരു ടേമിനാണ് നമ്മൾ അതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയാം. കിലോ ജൂൾ പെർ കിലോഗ്രാം ഓർത്ത് വെച്ചാൽ നമുക്ക് ആ ഒരു യൂണിറ്റ് നമുക്ക് തിരിച്ചെന്ത് ചെയ്യാം, ഡെഫിനേഷനിലേക്ക് പോകാൻ പറ്റും. അതായത് ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം യൂണിറ്റ് കിലോ ജൂൾ അല്ലെങ്കിൽ എത്രത്തോളം യൂണിറ്റ് ഹീറ്റായിരിക്കും ആ ഒരു ഫ്യൂവലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക, അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, ദ കലോറിഫിക് വാല്യൂ ഓഫ് എ സബ്സ്റ്റാൻസ് refers to the amount of heat energy produced by the complete combustion of a unit volume of that substance. നമ്മൾ പറഞ്ഞ പോലെ ഒരു യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഒരു അളവിനാണ് അതിൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കലോറിഫിക് വാല്യൂ ആണ് സ്പെല്ലിങ്ങിൽ CALORIFIC ആണ് കേട്ടോ കലോറിഫിക് വാല്യൂ. ഓക്കെ, പിന്നെ അതിൽ തന്നെ നമുക്ക് ഹയർ കലോറിഫിക് വാല്യൂം അതുപോലെ തന്നെ ലോവർ കലോറിഫിക് വാല്യൂം വരുന്നുണ്ട്. അപ്പോൾ ഹയർ കലോറിഫിക് വാല്യൂവിൻ്റെ മറ്റൊരു പേരാണ് ഗ്രോസ്, അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രോസ് കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ GCV എന്ന് പറയും. അതുപോലെ ലോവർ കലോറിഫിക് വാല്യൂവിൻ്റെ വേറെ പേരാണ് നെറ്റ് കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ NCV എന്ന് പറയും. ചിലപ്പോൾ നമുക്ക് എക്സാം പോയിട്ടപ്പോൾ ചിലപ്പോൾ GCV എന്താണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ NCV എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്കങ്ങനെ ചോദിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻസ് വരാൻ പാടില്ല. GCV എന്ന് പറഞ്ഞാൽ HCV അല്ലെങ്കിൽ ഹയർ കലോറിഫിക് വാല്യൂ ആണ്. NCV അല്ലെങ്കിൽ നെറ്റ് കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ LCV അല്ലെങ്കിൽ ലോവർ കലോറിഫിക് വാല്യൂ ആണ്. നമുക്ക് നോക്കാം എന്താണ് HCV അതുപോലെ തന്നെ LCV തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കറിയുന്നൊരു കാര്യമായിരിക്കും, നമ്മൾ ഒരു ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് അല്ലെങ്കിൽ നമുക്കറിയാം ആ ഫ്യൂവലിനകത്ത് ഹൈഡ്രജൻ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഹൈഡ്രജൻ കണ്ടൻറ്റ് അവിടെയുള്ള വാട്ടറുമായിട്ട് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറുമായിട്ട് ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഹൈഡ്രജനും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂവലിനകത്തുള്ള ഓക്സിജനും തമ്മിൽ കൂടി ചേർന്നിട്ടും, അതായത് കമ്പഷൻ നടക്കുന്ന സമയത്ത് അവർ തമ്മിലൊരു റിയാക്ഷൻ നടന്നത് എന്ത് ചെയ്യും, ചിലപ്പോൾ H2O അല്ലെങ്കിൽ വാട്ടർ വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ വാട്ടർ വേപ്പറിനും കൂടി കണ്ടൻസ് ചെയ്യാൻ നമുക്കൊരു ഹീറ്റ് എനർജിയുടെ ആവശ്യം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഹീറ്റും പ്ലസ്
അത് നമ്മുടെ ഫ്യൂവൽ എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ഒരു ടോട്ടൽ ഹീറ്റ് കലോറിഫിക് വാല്യൂ ആണ് നമ്മൾ ശരിക്കും ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒരു വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്യാനുള്ള ഹീറ്റും അതുപോലെ തന്നെ ആ ഒരു ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നെറ്റ് ഹീറ്റും തമ്മിലുള്ള ആ ടോട്ടൽ സമ്മയാണ് നമ്മൾ ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറയാം. എന്നാൽ ലോവർ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്യാനുള്ള ഹീറ്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാണ്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു കലോറിഫിക് വാല്യൂ ആണ് ലോവർ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡെഫിനിഷൻ കൊടുത്ത് വായിച്ചു നോക്കാം. ഹയർ കലോറിഫിക് വാല്യൂ ഇസ് ദ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ എ ഫ്യൂവൽ ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്. അല്ലെ, ഒരു ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, ഇൻക്ലൂഡിങ് ദ ഹീറ്റ് റിക്കവേർഡ് ഫ്രം കണ്ടൻസിങ് ദ വാട്ടർ വേപ്പർ പ്രൊഡ്യൂസർ. അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്യാനുള്ള ഒരു ഹീറ്റ് റിക്കവറിങ് കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ടോട്ടൽ ഹീറ്റിൻ്റെയും ഒരു സമയമാണ് നമ്മൾ ഹയർ കലോറിഫിക് വാല്യൂ എന്ന് പറയാം. എന്നാൽ ലോവർ കലോറിഫിക് വാല്യൂ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ നെറ്റ് കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ വാട്ടർ വേപ്പർ ഫോംഡ് ഡ്യൂറിങ് കമ്പഷൻ ഈസ് നോട്ട് കണ്ടൻസ്ഡ് ആൻഡ് ദ ഹീറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ഈസ് നോട്ട് റിക്കവേർഡ്. ഓക്കെ, അപ്പോൾ ആ ഹീറ്റിന് എന്തെങ്കിലും അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യില്ല. ആ കലോറിഫിക് വാല്യൂ ആണ് നമ്മുടെ ലോവർ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് താഴെ കൊടുത്ത സെൻറ്റൻസ് വായിച്ചാൽ മനസ്സിലാവും. അതായത് എസെൻഷ്യലി LCV ഈസ് HCV മൈനസ് ദ ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അതായത് HCV എന്ന് ശരിക്കും എന്ത് ചെയ്യുന്നത്, HCV എന്ന് ആ മൈനസ് ദ ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ്, അതും കൂടി മൈനസ് ചെയ്ത് നമുക്ക് ഒന്ന് ലോവർ കലോറിഫിക് വാല്യൂ കിട്ടുന്നതാണ്. ഓക്കെ, നമുക്കിനി ഒരു ബോംബ് കലോറിമീറ്ററും അതുപോലെ തന്നെ ജംഗേഴ്സ് ഗ്യാസ് കലോറിമീറ്ററാണ് നോക്കാനുള്ളത്. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.